എല്ലാവർക്കും നമസ്കാരം. ദേവീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചമ്മന്തിപ്പൊടി. ഞാനൊരു ഒറ്റ ഇഡലിയുടെ വീഡിയോ ഇട്ടിരുന്നു. അതിൽ ചമ്മന്തിപ്പൊടി കാണിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടി ഞാനത് കാണിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: ഉഴുന്ന് വേണം, പിന്നെ അരി. നമ്മൾ വയ്ക്കണ അരിയില്ല, അത് ഏതരി ആയാലും, വെള്ളരി ആയാലും കുഴപ്പമില്ല, പച്ചരിയല്ല, പുഴുക്കലരി, വെളുത്തതായാലും കുഴപ്പമില്ല, മറ്റേ റോസ് കളറിലുള്ള അരി ആയാലും കുഴപ്പമില്ല, അരി. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ഒരു സാധനം കായം. ഈ കായം നമ്മൾ ചൂടാക്കി നമ്മൾ പൊടിക്കുക, അല്ലെങ്കിൽ കായപ്പൊടി ഇട്ടാലും മതി. ഇത് പൊടിയായി, ഈ കട്ടക്കായം പൊടിയാക്കി വെച്ചേക്കണാണ് ഇത്. അപ്പോൾ വറ്റൽമുളക്, കറിവേപ്പില, കായം, ഇത് മൂന്നും ഉണ്ടെങ്കിലാണ് കേട്ടോ സ്വാദ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടായി കഴിയുമ്പോൾ ഇത് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന അളവ് 2 ഗ്ലാസ് ഉഴുന്നാണെങ്കിൽ 1 ഗ്ലാസ് അരി കുറച്ചിട്ടേച്ചാൽ മതി. ഉഴുന്നാണ് കൂടുതൽ വേണ്ടത്. അപ്പം നമുക്കൊരളവ് വേണമല്ലോ. മുളക് ഇടണത് ഞാനൊരു 10-15 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് ചിലർക്ക് നല്ല എരിവ് വേണം, അപ്പം അതിനുള്ള ഇടുക. കുറവുള്ളവർക്ക് കുറച്ചിട്ടേച്ചാലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉഴുന്ന് ഇത് വറക്കുമ്പോൾ ഒന്നിലും എണ്ണ തൊടിയിക്കരുത്. എണ്ണ ഒഴിച്ച് വറക്കാൻ വേണമെങ്കിൽ, പക്ഷെ അത് ഇരിക്കില്ല, പെട്ടെന്ന് കാറിപ്പോവും. നമ്മൾ എണ്ണ ഒന്നും ഒഴിക്കാതെ നല്ല ഡ്രൈ ആയിട്ട് വേണം എല്ലാ സാധനങ്ങളും കൊടുക്കാൻ. കഴിക്കുമ്പോൾ ഇത് പൊടിച്ച് വെച്ചിട്ട് കഴിക്കുമ്പോൾ എണ്ണ ചേർത്ത് കഴിക്കാം. അപ്പോൾ ഇത് കുറേ നാൾ കേടുകൂടാണ്ടിരിക്കും. ഇല്ലെങ്കിൽ ഇത് കേടാവും, ചീത്തയായി പോവും, കാറലൊക്കെ വരും. ഞാൻ എണ്ണ ഒന്നും ഒഴിക്കാണ്ട് നല്ല വറക്കണം, ചുമന്ന് വരണം, കരിയരുത്, നല്ല ചുമന്നിരിക്കണം. ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ആവണം. പിന്നെ ഇത് ചെറിയ തീയിലിട്ടാണ് വറക്കാൻ പോളൂ. ചൂട് കൂട്ടിയിട്ട് വറുത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും, കരിച്ചിൽ ചുവ വരും. അപ്പം നമ്മളിത് തീയെ ചെറിയ സിമ്മിലിട്ടിട്ട് വേണം വറക്കാനായിട്ട്. അല്ലെങ്കിൽ വലിയ ഇതിലിട്ടുണ്ടെങ്കിൽ വേഗം കരിഞ്ഞും പോവും, ആ കരിച്ചിൽ ചുവ വരും. അപ്പം അതുകൊണ്ട് ചെറു തീയിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇത് വാങ്ങാം. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിങ്ങനെ നിരത്തിയിടണം കഴിയാണ്ട്. ഇനി അടുത്തത് നമ്മളിത് അരിയാണ്. അരി ഇതുമാതിരി നല്ല മുരിഞ്ഞു വരണം കേട്ടോ, അല്ലെങ്കിൽ അരി കടിക്കും നമ്മൾ. എന്താ അരി ഇങ്ങനെ പൊട്ടി വന്നാണല്ലോ. അരി കണ്ട, അരി ചുമന്നു എല്ലാം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ഉഴുന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇടാം കേട്ടോ. അതില്ലാക്കില്ല. ഇനി നമുക്ക് ഇതേ വറ്റൽമുളകും കറിവേപ്പിലയും. ഈ കറിവേപ്പിലയൊക്കെ നന്നായിട്ടേ മുരിഞ്ഞില്ലെങ്കിൽ ചീത്തയായി പോകും. വെള്ളത്തിൻ്റെ അംശം ഇരിക്കുമ്പോഴാണ് ചീത്തയാവണേ. അപ്പോൾ കറിവേപ്പിലയും മുളകും ഒക്കെ നല്ലോണം നല്ല മുരിഞ്ഞ് നല്ലതാണ്. കരിയരുത്. കരിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീത്തയാവാണ്ട് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ. ഒരുവിധം ആൾക്കാർക്ക്, പഴയത്തെ ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്ത കുറച്ച് പേര് ചോദിച്ചു ഇതെങ്ങനെയാണെന്ന്. അതുകൊണ്ടാണ് അറിയാൻ പാടില്ലാത്തൊരു ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്.
അറിയാവുന്നവരൊക്കെ ഇതൊക്കെ ഉണ്ടാക്കണ ചമ്മന്തിപ്പൊടിയൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ്. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ചോദിച്ചു, ഇങ്ങനെ ഇടാമെന്ന് ചോദിച്ചു. അപ്പോൾ അതാണ് കേട്ടോ കാണിച്ചു തന്നെ. ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കി ഇങ്ങനെ വയ്ക്കും. അപ്പം നമുക്കത് ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ഇഡലി സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു കറി, അതിന് ചട്നിയോ അല്ലെങ്കിൽ ചമ്മന്തിയൊന്നും അരയ്ക്കാൻ പോകണ്ട. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കേട് കൂടാണ്ടിരിക്കും. കുറച്ച് വെളിച്ചെണ്ണയോ നല്ല എണ്ണയോ ഒക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ഉണ്ടാക്കാം. നല്ലോണം മൂത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഇത് പൊടിക്കുമ്പോൾ നമ്മൾ മിക്സിയിലിട്ടാണല്ലോ പൊടിക്കണേ. മിക്സിയുടെ ജാറിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത്. നല്ലോണം തുടച്ച് അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് മിക്സിയിൽ ഇട്ട് വേണം പൊടിച്ച് ഇത് വെക്കാനായിട്ട്. എന്നിട്ട് ഉണങ്ങിയ കുപ്പിയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിക്കാണ്ടിരിക്കുക. കുപ്പിയിലാണെങ്കിൽ കുപ്പിയിൽ ഇട്ട് നനയാത്ത സ്പൂണ് കൊണ്ട്, നനഞ്ഞ സ്പൂണും കൊണ്ടൊന്നും എടുക്കുകയും ചെയ്യരുത്. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കേടുകൂടാണ്ട് നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാം. പൊടിക്കുമ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് പൊടിക്കാം കേട്ടോ. പൊടിക്കാൻ വേറെ ഇതൊന്നും വേണ്ട, എല്ലാം കൂടി ഒന്നിച്ചിട്ട് നമുക്ക് പൊടിക്കാം. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിക്കാം. അതുമാതിരി പൊടിക്കുമ്പോൾ ഫൈനായിട്ട് പൊടിയരുത്, നല്ലതായിട്ടാണ് പൊടിയരുത്. ചെറുതായിട്ടൊരു ഒന്ന് കടിക്കാനായിട്ടുള്ളതും വേണം. തീരെ ശീലപ്പൊടി മാതിരി പൊടിക്കരുത്. ഒരു ചെറിയ തരിതരിപ്പ് വേണം. അതാണ് കേട്ടോ ടേസ്റ്റ്. അല്ലാണ്ട് പൊടിച്ചങ്ങോട്ട് ഇതായിട്ട് ആക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഇനി ഇതിന് ആവശ്യത്തിന് ഉപ്പും പിന്നെ കായപ്പൊടി എന്തായാലും ചേർക്കണം. കായപ്പൊടിയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സാധനം. ഇത് ഞാൻ കായം ഇതിലിട്ട് ചൂടാക്കി, അതും എണ്ണയില്ലാണ്ട് ചൂടാക്കി പൊടിച്ച് കുപ്പിയിൽ വെച്ചേക്കണതാണ്. അപ്പം ഇത് പൊടിക്കാൻ നേരത്ത് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കായപ്പൊടിയും കൂടി ഇട്ട് പൊടിച്ച് സൂക്ഷിച്ച് വയ്ക്കുക. ഇതാണ് നമ്മുടെ ചമ്മന്തിപ്പൊടി. അപ്പം എല്ലാവരും ഒന്ന് ഇത് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളിത് പൊടിക്കാൻ പോകട്ടെ. ആദ്യം തന്നെ മുളക് പൊടിക്കാൻ പോവാണ് കേട്ടോ. മുളക് പൊടിഞ്ഞേക്കണണ്ട. ഇനി നമ്മൾ അതിൻ്റെ കൂടെ ഇതും കൂടി ഇടുമ്പോൾ പൊടിഞ്ഞോളൂ കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പ് പോരെങ്കിൽ പിന്നെ കുറച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ കായത്തിൻ്റെ പൊടി ഇത് പൊടിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പൊടിഞ്ഞ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നിട്ട് കറക്കി എടുത്താൽ മതി കായം. കണ്ട ഇതിങ്ങനെ പൊടിയണം കേട്ടോ. ചെറിയൊരു തരിയരിപ്പ്, അധികം തരിയരിപ്പ് വേണ്ട, ചെറുതായിട്ട്. ഭയങ്കര പൊടിയായിട്ട് പൊടിയരുത്, ഒന്ന് ചെറുതായിട്ട് ചെറിയൊരു തരി വേണം. ഇപ്പോഴാണ് ഇങ്ങനെ പൊടിഞ്ഞിട്ടാണ് നമ്മൾ കായം, ഒരു ചെറിയ കായം. നമ്മൾ ചമ്മന്തി പൊടിച്ചത് ഞാൻ കാണിച്ചില്ലേ. എന്നിട്ട് ഇങ്ങനത്തെ ചില്ലിൻ്റെ കുപ്പിയിലിട്ട് വെക്കണം കേട്ടോ. ഏറ്റവും നല്ല ചില്ലിൻ്റെ കുപ്പിയിലിട്ട് വെക്കണതാണ്. നനവൊന്നുമില്ലാത്ത കുപ്പിയിൽ ഇട്ട്, നനവില്ലാത്ത സ്പൂൺ കൊണ്ടേ എടുക്കാൻ പോകുള്ളൂ. നനഞ്ഞ സ്പൂൺ കൊണ്ട് എടുത്താൽ പൊടി ചീത്തയായി പോകും. അപ്പോൾ നമ്മളത് പൊടിച്ച് വെച്ചു. ഇനി അത് നമ്മൾ ബൗളിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഇട്ടിട്ട് നമ്മൾ അപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തേച്ചാൽ മതി കേട്ടോ. അല്ലാതെ ഒന്നിച്ച് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത്. നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് ഈ കളറായിരിക്കും. ഇത്രയും തരി കണ്ട. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമുക്ക് തരി അറിയാൻ പറ്റും. നൈസ് പൊടിയാവാണ്ട് ചെറിയ തരിയില്ല. ഇതാണ് നമ്മുടെ ചമ്മന്തിപ്പൊടി. അപ്പോൾ ഇത് നമുക്ക് ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കുമ്പോൾ, ഇഡലി ഉണ്ടാക്കുമ്പോൾ, സാധാ ഉഴുന്ന് ചേർത്തുള്ള ദോശ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇത് നമ്മൾ അപ്പോൾ എടുത്ത് കഴിക്കാൻ നേരത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കുക. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മാസം എന്തായാലും കേടുകൂടാണ്ട് ഇരിക്കും.
അപ്പോൾ എല്ലാവരും ഇതുമാതിരി ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൽ വെളിച്ചെണ്ണ, എണ്ണ, നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ഒഴിച്ച് കഴിക്കാട്ടോ. നെയ്യ് ഒഴിച്ചാലും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുമാതിരി ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കുക. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ, നല്ലതാണോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ ഗോതമ്പ് ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.